ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവള് നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് ആണ്. അപ്പോൾ ഈ ടെക്നിക്കുകൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ 24 ഹവറും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അവരെപ്പോൾ വിളിച്ചാലും സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാക്കി ഒത്തിരി ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ മിസ് ചെയ്യണം. ആ മിസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും അവൈലബിൾ ആണെങ്കിൽ പിന്നെ എങ്ങനെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക? ഓക്കെ, എന്ന് കരുതി തീരെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല പറയുന്നത്. 24 മണിക്കൂറും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ വിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും എമർജൻസി കേസ് ആണെങ്കിൽ അറ്റൻഡ് ചെയ്യണം. അതല്ല പറഞ്ഞത്. നോർമലായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് കോൾ എടുത്ത് എന്തെങ്കിലും എമർജൻസി ആണോ എന്ന് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു 24 മണിക്കൂറും നിങ്ങൾ അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബിസി ആവുക നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ ഇടയിലൂടെ പറഞ്ഞു പോയി. സഡൻ ആയിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആണോ എന്ന് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ കുറച്ച് തിരക്കിലാണെന്ന് പറയുക. അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി അല്ലാത്ത മെസ്സേജ് ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുക. പെട്ടെന്ന് അത് സീൻ ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അവർ നമ്മളെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കും. കുറച്ചുകൂടി ഇങ്ങോട്ട് കൂടുതലായിട്ട് ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ട്രിക്ക്. ഇനി മൂന്നാമത്തെ ട്രിക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ തോട്ടിൻ്റെ പവർ, അതുപോലെ തന്നെ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, ഇതിൻ്റെയൊക്കെ ഒരു തിയറി ബേസ് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. ഇത് ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ദ സീക്രട്ട് എന്ന് ഫ്രീ ആയിട്ട് അയച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇനീഷ്യേഷൻ എടുക്കാതിരിക്കുക. അവർക്ക് കൂടി ഒരു സ്പേസ് കൊടുക്കുക. അവർ കൂടി ഇനീഷ്യേഷൻ എടുക്കട്ടെ. അതുപോലെ തന്നെ വിളിക്കുന്ന കാര്യത്തിലാണെങ്കിലും മെസ്സേജ് അയക്കുന്ന കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക, എപ്പോഴും നമ്മൾ അങ്ങോട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് ആ ഒരു ടൈമിങ് കഴിഞ്ഞ് കുറച്ചുകൂടി ടൈം നമ്മൾ വിളിക്കാണ്ടിരിക്കുക. അവരിങ്ങോട്ട് വിളിക്കില്ലെന്ന് നമുക്കറിയാലോ. അപ്പോൾ അവർ എന്താണ് ഇന്ന് വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. മെസ്സേജ് അയക്കുന്ന ആളാണെങ്കിൽ ആ മെസ്സേജ് കാണാതെ വരുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ അവരൊന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചോട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാൻ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ചേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളിൻ്റെ കാര്യത്തിലാണെങ്കിലും മെസ്സേജിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇനീഷ്യേഷൻ എടുക്കുന്നത് കുറച്ച് കുറക്കുക. അവർ കൂടി ചെയ്യട്ടെ. അത് അപ്പോഴേ ചേസിങ് നന്നായിട്ട് നടക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അവർക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ആലോചിക്കുക. കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കുക. ഡെയിലി കോംപ്ലിമെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 ഡേയ്സ് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തു. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി നമ്മൾ കൊടുക്കും എന്ന് വിചാരിക്കുക. 2 ദിവസം കുറച്ച് കോംപ്ലിമെൻ്റ് ഒന്നും കൊടുക്കാണ്ടിരിക്കുക ഇടയിൽ. അപ്പോൾ അവർ ചിന്തിക്കും, ഇന്നൊരു സുഖമില്ലല്ലോ, ഇന്നിപ്പോൾ എന്താ എന്നെ ഒരു കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് നല്ല ചേസിങ് കൂടും. അത് കുറേ ദിവസം കോംപ്ലിമെൻറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വാല്യൂ മനസ്സിലാക്കാൻ വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്, അവരോടുള്ള ഇൻട്രസ്റ്റ് നന്നായിട്ട് ഷോ ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യലായിട്ടല്ല, ജെന്യൂനായിട്ടുള്ള ആ ഒരു സ്നേഹം നമ്മൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടാണെങ്കിലും നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടാണെങ്കിലും, ഇനി അതല്ല നമ്മളിപ്പോൾ ഒരു ഹഗ്ഗിങ് ആവാം, അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കലാവാം, അല്ലെങ്കിൽ ഹാൻഡിൽ ടച്ച് ചെയ്യുന്നതാവാം, മസാജ് ചെയ്ത് കൊടുക്കുന്നതാവാം, ഇങ്ങനെ വോട്ടെവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ലവ് ഷോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1 വീക്കൊക്കെ ഇങ്ങനെ ലവ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് 2 ദിവസം നമ്മൾ കുറച്ച് ലവും കെയറും ഒന്ന് കുറക്കുക. അങ്ങനെ കുറക്കുന്ന സമയത്ത് അവർ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ആൾക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലവും കെയറും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് അവർ
ആൾക്കാർ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ചേസിങ് ടെൻഡൻസി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലവ് ഷോ ചെയ്യുക, പിന്നെ കുറച്ചൊന്ന് കുറയ്ക്കുക, കോംപ്ലിമെൻറ്റ് കൊടുക്കുക, പിന്നെ കുറച്ചൊന്ന് കുറയ്ക്കുക. ഇങ്ങനെയുള്ള ട്രിക്സുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോട് ഒരു വല്ലാത്ത രീതിയിലുള്ള ചേസിങ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് സംസാരിക്കുന്ന കാര്യത്തിലും, നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ലൈഫിലെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ നന്നായിട്ട് ചേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇങ്ങോട്ട് ചേസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാപ്പി മെമ്മറീസ് മാക്സിമം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിച്ച് എവിടെയെങ്കിലും പോവുക, ഫുഡ് കഴിക്കുക, കറങ്ങുക, അങ്ങനെ ഒന്നിച്ചിരിക്കുക, ടി വി കാണുക, സിനിമക്ക് പോവുക, ഇങ്ങനെ ഒത്തിരി ഹാപ്പി മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കാലം വിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും, നമ്മളെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ പറ്റാവുന്ന അത്ര മാക്സിമം ഹാപ്പി മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. വെഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്ത ദിവസം, അല്ലെങ്കിൽ ബർത്ത്ഡേ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഹാപ്പി മെമ്മറീസ് ഒത്തിരി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ അതുകൂടി ചെയ്യുക. ഇത്രയും സൈക്കോളജിക്കൽ ട്രിക്സുകളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, ആ വ്യക്തി നിങ്ങളെ വല്ലാണ്ട് ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവൾ നിങ്ങളെ ചേസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് അവർ നിങ്ങൾക്ക് കുറച്ച് കൂടി പ്രയോറിറ്റി നൽകണം, നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം, നിങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ആ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോ, ചേസിങ് അഫർമേഷൻ എന്ന് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻസ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 minutes റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒരു 21 ദിവസം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ചേസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും, അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.